ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയാള് പടയും പട്ടാളമായി ഈ കുടുംബത്തേക്ക് കയറി വരും. അയാൾക്ക് പറ്റുന്നതൊക്കെ അയാൾ ചെയ്ത് ഒപ്പിക്കുകയും ചെയ്യും. ദേ ഇവളെ ഇവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. എടി അതിന് യോഹന്നാൻ ഒരിക്കൽ കൂടി ഒരു പൊടിക്ക് തന്റെ ഉള്ള മറ്റൊരു തന്തയ്ക്ക് ജനിക്കണം. കുട്ടികളെ രണ്ടുപേരും അവിടെ കിടന്ന് ബഹളം വെക്കുക. അതിനും കൂടി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വിഷ്ണു എവിടെ കൊണ്ടുപോകുന്നാ നീ പറഞ്ഞു വരുന്നേ? ബീച്ചില്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഏട്ടൻ എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാലോ. കുട്ടികളുടെ മുമ്പിൽ കിടന്ന് അനുഭവിക്കുന്ന മൊത്തം ഞാനല്ലേ. നീ എന്ത് അനുഭവിക്കുന്നു നീ പറയുന്നേ? ഓരോരുത്തർ ഓരോ മോഹന വാഗ്ദാനങ്ങൾ നടത്തിയിട്ട് അങ്ങ് പോവും. അവർക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. വീട്ടിൽ നിൽക്കുന്ന എന്നോടല്ലേ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നേ. എന്റെ ഒരു തലവിധി. അവരോടൊക്കെ ഞാൻ പറഞ്ഞോളാം. ഏയ് ശാലിനി, നീ എന്താടി കാര്യങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ആ അമ്മ മിണ്ടായിരിക്കാം. എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഉറങ്ങുന്നില്ല രണ്ടാളും? ഞങ്ങക്ക് ബീച്ചിൽ പോണെന്ന് പറഞ്ഞാൽ ബീച്ചിൽ പോണം. ഞങ്ങളെ വിഷ്ണുസും കൊണ്ടുപോന്ന് പറഞ്ഞാ. പോണോടി, നിനക്ക് ഇപ്പൊ തന്നെ ബീച്ചിൽ പോണോന്ന്? ഏയ് പോണോന്നാ ചോദിച്ചത്. ശാലിനി, ഞങ്ങളെ വിഷ്ണുസും കൊണ്ടുപോന്ന് പറഞ്ഞാ. ഒരാളും ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല. രണ്ടെണ്ണത്തിന്റെ ഒച്ച ഇവിടെ പൊങ്ങിയാലുണ്ടല്ലോ. ഞങ്ങക്ക് ബീച്ചിൽ പോണം. വാ പുത്തടി, വാ പുത്തന്നെ പറഞ്ഞേ. ശാലിനി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? ഇല്ലമ്മേ, ഇവരുടെ ഈ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുത്താലേ ഇനി ഇവര് ചോദിക്കുന്നത് മറ്റു പലതുമായിരിക്കും. ഇനി ഇവിടെ ബീച്ചിന്റെ കാര്യം മിണ്ടിപ്പോരുത്. വിഷ്ണുവേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്ണുവേട്ടന് സൗകര്യമുള്ളപ്പോ കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ പറഞ്ഞിട്ടല്ലോ നിങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്നേ. അതുകൊണ്ട് ബീച്ചിലൊക്കെ ഞങ്ങൾക്ക് തോന്നുമ്പോ കൊണ്ടുപോകും. കരഞ്ഞു കാര്യം നേടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം രണ്ടും. ഇനി ഇവര് ബീച്ചിന്റെ കാര്യം പറഞ്ഞ എന്നോട് വന്ന് പറഞ്ഞാ മതി, അല്ലാതെ നീ ഒറ്റയ്ക്ക് അങ്ങ് വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട. പറഞ്ഞത് മനസ്സിലായോ രണ്ടെണ്ണത്തിന്? ശാലിനി, നീ ഇങ്ങ് വന്നേ. ഇവര് ഇങ്ങോട്ട് വരാൻ ഇങ്ങോട്ട്. തൃപ്തിയായല്ലോ രണ്ടുപേർക്കും. ഇനി ബീച്ചിൽ പോണെന്ന് രണ്ടുപേരും മിണ്ടി പോകരുത്. ഞങ്ങക്ക് ബീച്ചിൽ പോണെന്ന് പറഞ്ഞാൽ ബീച്ചിൽ പോണം. എന്താ മോളെ ഇതൊക്കെ? എന്താ ഇങ്ങനെ പോയാ എന്നെ ഏതെങ്കിലും മനോരോഗ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും അമ്മ. അത്രയ്ക്കധികം പ്രഷർ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു സപ്പോർട്ട് തരേണ്ട വിഷ്ണുവേട്ടനും എന്നെ ഉപേക്ഷങ്ങ് പോയില്ലേ? ഉപേക്ഷിച്ചു പോയെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയൊക്കെ പറയുന്നമ്മേ. ഓരോരുത്തർ ഓരോ രീതിയിലാ പറയുന്നത്. എന്താ നടന്നിരിക്കുന്നെന്ന് നമുക്കറിയില്ലല്ലോ. എന്റെ ചുമലിലെടുത്ത് വെച്ച് തന്നിരിക്കുന്നതേ ചെറിയൊരു ഭാരമൊന്നുമല്ല, വലിയൊരു പർവ്വത കുന്നു തന്നെയാ. ഞാൻ കുഴഞ്ഞു വീണു പോകുന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. എല്ലാം എന്റെ തലയിൽ വെച്ച് തന്നിട്ട് എവിടെയോ പോയി സ്വാതന്ത്ര്യത്തോടെ നിൽക്കല്ലേ വിഷ്ണുവേട്ടൻ? നിക്കട്ടെ, എവിടെയാന്ന് വെച്ചാ പോയി നിക്കട്ടെ. എന്നെ ഒരു മുഴുഭ്രാന്തി ആക്കിയിട്ട് ഇതിനൊരു അവസാനം ഉണ്ടാവുന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. മോളെ, ഒറ്റയ്ക്ക് നിന്ന് തന്നെ അനുഭവിക്കാം. എല്ലാം അനുഭവിച്ച് തീരുന്നത് വരെ എന്റെ ഈ ശരീരത്തിൽ ജീവനെങ്കിലും ബാക്കിയുണ്ടായാൽ മതിയായിരുന്നു. ഈശ്വര,
വാ മോളെ. ആ കേങ്ങിതാ. വാ. അവിടെ ആ ലെഫ്റ്റ് സൈഡിലുള്ള മുറി നിനക്ക് ഉപയോഗിക്കാം. എന്റെ മകൻ താലി കെട്ടിയ പെണ്ണ് എനിക്ക് മരുമകള് തന്നെയാ. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട. അവന്റെ ഭാര്യ എന്നുള്ള അധികാരത്തിൽ തന്നെ നിനക്കിവിടെ കഴിയാം. പിന്നീട് ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ ഞാൻ ഫേസ് ചെയ്തോളാം. നീ ചെല്ല്. എന്ത് അധികാരത്തിലാ മഹിയേട്ടാ ആ കുട്ടി ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത്? ദേ ഈ കാണിക്കുന്നത് അന്യായമാണേ. എന്തന്യായം? എടി, എന്റെ മകൻ കെട്ടിയ താലിയാ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അതല്ലേ നമ്മൾ അവളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അന്യായം. ദേ യാതൊരു തെളിവുമില്ല. ഇവള് പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ. അവൾ ഒരു താലി എടുത്ത് കാണിച്ച ഉടനെ തന്നെ അതൊരു വിവാഹമാവോ? ദേ ഇത് അപകടമാണ് മഹിയേട്ടാ. അറിഞ്ഞുകൊണ്ട് എടുത്തു ചാടുന്ന വലിയൊരു അപകടം. എന്റെ മകന് വേണ്ടിയല്ലേ, അവന്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ആ അപകടത്തെ ഇവിടെ സ്വീകരിക്കുകയാണ്. എന്റെ മരുമകളായി ഞാൻ അവളെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. നീയും സ്വീകരിക്കേണ്ടി വരും. നിങ്ങളെ സ്വീകരിച്ചോ? ദേ മകനെ മരുമകളെ 4 ആളുടെ മുന്നിൽ വധൂവരന്മാരായി അണിയിച്ചൊരുക്കി പ്രതിഷ്ഠിക്കുകയും ചെയ്തോ. പക്ഷേ ഇതൊക്കെ അറിയുമ്പോഴേ ആ യോഹന്നാന്റെ കുടുംബത്തുണ്ടാകാൻ പോകുന്ന ഭൂകമ്പത്തെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. അയാള് പടയും പട്ടാളമായി ഈ കുടുംബത്തേക്ക് കയറി വരും. അയാൾക്ക് പറ്റുന്നതൊക്കെ അയാൾ ചെയ്ത് ഒപ്പിക്കുകയും ചെയ്യും. ദേ ഇവളെ ഇവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. എടി, അതിന് യോഹന്നാൻ ഒരിക്കൽ കൂടി ഒരു പൊടിക്ക് തന്റെ ഉള്ള മറ്റൊരു തന്തയ്ക്ക് ജനിക്കണം. ഇതേ മാണിക്കോത്ത് കുടുംബ വീടാ. ഇതിന്റെ മുറ്റത്ത് കാലെടുത്ത് വെക്കുന്ന ശത്രുവിന് പോലും മഹേന്ദ്രൻ കൽപ്പിക്കുന്ന അന്തസ് വേണം. യോഹന്നാനും മകനും ആദ്യം അത് ഉണ്ടാവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങള്. കൊത്തു കിട്ടി അടങ്ങുന്നും പറഞ്ഞ് പാമ്പിന്റെ മാളത്തിലേക്ക് തലയും കൊണ്ട് ചെല്ലുന്ന ആളിന്റെ അടുത്ത് ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. അനുഭവത്തിൽ വരുമ്പോ പഠിച്ചോളൂ. നിനക്കെന്താടി പേടിയുണ്ടോ എന്റെ കൂടെ ജീവിക്കാൻ? എടി, സിംഹക്കൂട്ടി ജീവിക്കുമ്പോ സിംഹമായില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പുലിക്കുട്ടിയെങ്കിലും ആകാൻ നോക്കണം. അല്ലാതെ പൂച്ചക്കുട്ടിയായിട്ട് ജീവിക്കാൻ പോയാലേ പേടി കൊണ്ട് ഒരു പോള കണ്ണടയ്ക്കാൻ പറ്റില്ല. പിന്നെ അടയ്ക്കാം, എന്നേക്കുമായിട്ട് വിധിക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒടുക്കത്തെ അടയ്ക്കൽ.